നമ്മളെല്ലാവരും മില്ലറ്റ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ റാഗി ചോക്ലേറ്റ് കേക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾക്ക് മക്കൾക്കൊക്കെ കൊടുക്കാം, ഷുഗർ പേഷ്യൻസിന് കൊടുക്കാം. 100% ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള കേക്കാണ്. വീഡിയോയിലേക്ക് റാഗി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/4 കപ്പ് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ബട്ടർ മിൽക്ക്, 1/4 കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഇത് പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കരപ്പൊടിയോ എന്തെങ്കിലും ചേർത്താലും മതി. നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ വേണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ ഉള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും നമ്മുടെ റാഗി മില്ലറ്റ് കേക്ക്. ഇപ്പൊ എല്ലാവരും മില്ലറ്റിലേക്കാണല്ലോ മാറിയിരിക്കുന്നത്. ദോശ ആയാലും ഇഡലി ആയാലും എല്ലാം മില്ലറ്റും കൊണ്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മക്കൾക്ക്. അപ്പോ ഇത് വെച്ച് കേക്ക് ഉണ്ടാക്കി കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു അരപ്പിലേക്ക് നമുക്ക് 1 കപ്പ് റാഗി ഫ്ലോർ ആട്ടോ, റാഗി പൊടിയാണിത്, മുത്താറി പൊടി എന്നും പറയും, അതിട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ കേട്ടോ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അരിച്ചെടുക്കാം. അരിച്ചെടുത്തില്ലേ, അത് കുറച്ചായി ഇട്ടിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് നമ്മുടെ ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം ചേർക്കാനുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർക്കണം. നമ്മൾ ഒരു 1/4 കപ്പ് പാലിലേക്ക് ഒരു അര കപ്പ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ കേക്കിന് ഒരു ടേസ്റ്റ് വരുള്ളൂ. ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ട്രേ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്ന, മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ നമ്മൾ നട്ട്സ് ചോപ്പ് ചെയ്തത് ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കേട്ടോ, ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ഗാർണിഷിങ്ങിന് ഇടുന്നതാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റാഗി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ച് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇതാട്ടോ, നമ്മൾ പറയ പോലുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് മധുരം കുറവാണ്. 1/4 കപ്പ് എന്നുള്ളത് 1 കപ്പ് എടുത്താൽ നല്ല മധുരം ഉണ്ടാവും. മധുരം കുറവായിട്ട് ഞാൻ ഇട്ടതാണ്, മക്കൾക്ക് അധികം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് ഇട്ടാൽ മതി, അപ്പൊ നല്ല മധുരം ഉണ്ടാവും. ഇത് റാഗി വെച്ച് ഉണ്ടാക്കിയതാണെന്നൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിന്റെ മേലെ ഗനാഷും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിന്റെ മേലെ കൂടെ കുറച്ച് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ.